ചരിത്രമുറങ്ങുന്ന തിരുനാവായ്ക്ക് കഥകൾ ഏറെ പറയുവാനുണ്ട്. മൺമറഞ്ഞുപോയ മഹത്തായ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ അയവിറക്കുന്ന ഈ ദേശം പ്രതികരിക്കുവാൻ ആവതില്ലാതെയായി പോയ ഒരു ജനകഥയുടെ വേദനയുടെ കഥയും നിസ്സഹായതയും നിസ്സംഗമായി പങ്കുവയ്ക്കുന്നുണ്ടാകാം. അധിനിവേശ ക്രൂരതയുടെ ഭയാനകമായ അടയാളമായി തൂവൂർ കിണർ ഇപ്പോഴും ഏങ്ങലടിച്ചു കൊണ്ടിരിക്കുന്നു. വാരിയൻ കുന്നന്മാരുടെ വാൾത്തലകളുടെ ശിൽക്കാരം ഒഴിയാത്ത ശാപഗ്രസ്തമായ കാലഘട്ടത്തിന്റെ ഓർമ്മക്കുറിപ്പുകളാണ് ഇന്നുള്ള ശേഷിപ്പ്. ഈ രാജ്യത്തിലെ ഏറ്റവും മഹത്തായ സാംസ്കാരിക ഉത്സവമായിരുന്ന മാമാങ്കത്തിന് പോലും ചിലർ പുതിയ നിർവചനങ്ങൾ ചാർത്തിക്കൊടുക്കുന്നു. ഈ ചരിത്ര സ്മാരകങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ എന്ന ചോദ്യം അപ്രസക്തമാണ്. അത് ശരിയായ വിധത്തിലായിരിക്കണമെന്നത് നമ്മുടെ നീതിബോധമാണ്. സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം തിരുനാവായിൽ മാമാങ്ക സ്മാരകങ്ങൾ എന്ന പേരിൽ DTPC പ്രത്യേക സ്ഥലങ്ങൾ സംരക്ഷിച്ചു പോരുന്നുണ്ട്. തിരുനാവായിലെ കൊടക്കൽ ജംഗ്ഷന് 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശം പ്രധാനപ്പെട്ട ഹെറിറ്റേജ് ഏരിയയായി പ്രഖ്യാപിക്കണമെന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 2016 നൽകിയ നിർദ്ദേശം സംസ്ഥാന പുരാവസ്തു വകുപ്പ് നടപ്പിലാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് ഹിന്ദു ഐക്യവേദി മലപ്പുറം ജില്ലാ കമ്മിറ്റി. തിരുനാവായിൽ ആകർഷകമായ ടൂറിസം പ്രൊജക്ട് കൊണ്ടുവരണമെന്ന് DTPCയോട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടത് 2016 9 വർഷം കഴിഞ്ഞിട്ടും DTPC ഇതുവരെ യാതൊരുവിധ നടപടിക്രമങ്ങളിലേക്കും കടന്നിട്ടില്ലെന്ന് യോഗം ആരോപിച്ചു. മാമാങ്ക സ്മാരകങ്ങളാണെന്ന പേരിൽ സംരക്ഷിക്കുന്ന പഴുക്കാമണ്ഡപം, നിലപാടുതറ, മരുന്നറ, മണിക്കിണർ എന്നിവയുടെ ചരിത്രത്തിന് മാമാങ്കവുമായി ഒരു ബന്ധവുമില്ല എന്നാണ് ഐക്യവേദി സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നാൽ മേൽപ്പറഞ്ഞ സ്ഥലങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതായുള്ള ചരിത്ര സ്മാരകങ്ങൾ തന്നെയാണ്. നിക്ഷിപ്ത താൽപ്പര്യക്കാരുടെ നിർദ്ദേശങ്ങൾക്ക് വശംവദരായ പുരാവസ്തു ഉദ്യോഗസ്ഥർ നൽകിയ തെറ്റായ റിപ്പോർട്ട് പ്രകാരമാണ് സർക്കാർ ഇതെല്ലാം മാമാങ്ക സ്മാരകങ്ങളായി വിജ്ഞാനമിറക്കി സംരക്ഷിക്കുന്നത്. നിലപാടുതറ എന്ന് പരിചയപ്പെടുത്തുന്നത് കേരളത്തിലെ 108 മഹാശിവാലയങ്ങളിലൊന്നായ തിരുനാവായ തളി മഹാക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ തറയാണെന്ന് പറയപ്പെടുന്നു. തിരുനാവായ റീസർവേ നമ്പർ 316-2 എന്ന ഭൂമി പൂർണ്ണമായും തളി ശിവക്ഷേത്ര ഭൂമിയാണ്. തകർന്നുപോയ ക്ഷേത്രത്തിന്റെ ശിവലിംഗവും പീഠവും തീർത്ഥ കിണറുമൊക്കെ ഇപ്പോഴും ഈ തറയിലുണ്ട്. ഇത് തളി ക്ഷേത്ര ഭൂമിയാണെന്ന രേഖ സർക്കാരിന്റെ പക്കൽ തന്നെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് നിലപാടുതറയാണെന്ന് വിജ്ഞാപനമിറക്കിയത്? നിലപാടുതറ സ്ഥിതി ചെയ്തിരുന്ന വാൽപ്പറമ്പ്, കുരിയാൽ, കൊല്ലപ്പെട്ട ചാവേറുകളെ സംസ്കരിച്ചിരുന്ന ചുടുപറമ്പ്, വീരാഞ്ചിയിലെ വീരരായഞ്ചിറ ഇവയൊക്കെയാണ് യഥാർത്ഥത്തിൽ മാമാങ്ക സ്മാരകങ്ങളായി അവശേഷിക്കുന്നത്. 2003 സെപ്റ്റംബർ 13-14 തീയതികളിൽ പുരാവസ്തു വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഇതൊന്നും ഉൾപ്പെട്ടിട്ടില്ലെന്നും രേഖകൾ ഉചിതമായി പരിശോധിക്കപ്പെട്ടിട്ടില്ലെന്നും ഐക്യവേദി ആരോപിക്കുന്നു. ആരോപണം ശരിയാണെങ്കിൽ ഇത് ചരിത്ര നിഷേധം തന്നെയാണ്. നിലപാടുതറയുടെ ഈ വിജ്ഞാപനം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് എഴുത്തുകാരൻ തിരൂർ ദിനേശ് തിരൂർ മുനിസിപ്പൽ കോടതിയിൽ നൽകിയ കേസിൽ സർക്കാർ പത്രിക സമർപ്പിച്ചിട്ടില്ല. വ്യക്തമാകുന്നത് വിജ്ഞാപനം റദ്ദാക്കുന്നതിനോട് സർക്കാരിനും വിരോധമില്ലെന്നാണ്. ഇതിൽ നിന്നെല്ലാം മാമാങ്ക സ്മാരകങ്ങൾ നിർണയിച്ചതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് സർക്കാരിന് ബോധ്യം വന്നിരിക്കുന്നു എന്ന് വിലയിരുത്തേണ്ടി വരും. പുതിയ തലമുറ തെറ്റായ ചരിത്രമല്ല പഠിക്കേണ്ടതെന്നും സർക്കാർ തെറ്റുതിരുത്താൻ തയ്യാറാവണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു. ചരിത്ര സ്മാരകങ്ങളുടെയും തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെയും പഠനം നടത്തുവാനും അതിനെ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനും തിരൂർ കേന്ദ്രീകൃതമായി നീക്കങ്ങൾ നടന്നു വരികയാണ്. ശക്തമായ എതിർപ്പിനെ അവഗണിച്ചാണ് ഈ നീക്കങ്ങൾ. ഉത്സവങ്ങളെ അന്യവൽക്കരിക്കുവാനും ഹിന്ദു ആചാരങ്ങളെ മതേതരമാക്കുവാനും നടക്കുന്ന ശ്രമങ്ങൾ ഒരു വശത്ത് അരങ്ങേറുമ്പോൾ മഹത്തായ ചരിത്ര പ്രൗഢിയെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാനും നഷ്ടപ്പെട്ട സ്വത്വം വീണ്ടെടുക്കുവാനും മറുവശത്ത് ഒരുക്കം നടക്കുന്നു. ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒട്ടനവധി ചരിത്ര സ്മാരകങ്ങൾ പരിചയപ്പെടുമ്പോൾ ഇടിഞ്ഞു വീഴുന്നത് കെട്ടിപ്പൊക്കിയ പല നാടക വേദികളുമാകാം.